എരുമേലി പേട്ടതുള്ളലിനായി ആലങ്ങാട് സംഘവും തിടമ്പുമായി പേട്ട ശ്രീധർമ്മ ശാസ്താക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടു. വിവരങ്ങളുമായി മനോജ് ചേരുകയാണ്. മനോജ്, എരുമേലി ഭക്തിസാന്ദ്രമാണ്. അയ്യപ്പന്റെ മഹിഷി നിഗ്രഹമാണ് എരുമേലി പേട്ടതുള്ളലിന് ആധാരമായ ഐതിഹ്യം. ഇപ്പോൾ ആലങ്ങാട് സംഘത്തിന്റെ പേട്ടതുള്ളലാണ് നടക്കാൻ പോകുന്നത്. ഒരുക്കങ്ങൾ ഏത് ഘട്ടത്തിലെത്തി നിൽക്കുന്നു? ഇപ്പോൾ പേട്ട ശ്രീധർമ്മ ശാസ്താ ക്ഷേത്രത്തിന് അടുത്തേക്ക് ഈ ആലങ്ങാട് സംഘം എത്തിയിരിക്കുന്നു. രാവിലെ 11 മണിയോടുകൂടി അമ്പലപ്പുഴ സംഘമാണ് ആദ്യം പേട്ടതുള്ളലിനായി ഇങ്ങോട്ടേക്ക്. അതിനുശേഷം ഇവിടെ നിന്നും തിടമ്പ് ഏറ്റുവാങ്ങി പിന്നീട് പേട്ടതുള്ളൽ നടന്നിരുന്നു. നിരവധി ഭക്തജനങ്ങളാണ് അതിന് പിന്നാലെയാണ് ഇപ്പോൾ ആലങ്ങാട് സംഘവും, അതായത് ശബരിമല അയ്യപ്പന്റെ അച്ഛൻ്റെ സ്ഥാനത്ത്, അതായത് ആ പിതൃ സ്ഥാനത്ത് ആണ് ആലങ്ങാട് എന്നുള്ള കാര്യമാണ് ഇവിടെയുള്ള ഈ ആലങ്ങാട് സംഘത്തിലെ എല്ലാവരും തന്നെ നമ്മളോട് വ്യക്തമാക്കിയത്. അത് തന്നെയാണ് അത്തരത്തിൽ പിതൃസ്ഥാനീയനായിട്ടുള്ള അങ്ങനെ ഇത്തരത്തിൽ പേട്ടതുള്ളൽ നടത്തുന്ന സംഘമാണ് ആലങ്ങാട് സംഘം. അവരാണിപ്പോൾ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുള്ളത്. ഇതിനുശേഷം തിടമ്പ് ഇവിടെ വച്ച ശേഷം ഇവിടെ മറ്റ് ചടങ്ങുകൾ കൂടെ പൂർത്തിയാക്കാനുണ്ട്. അതായത് മാനത്ത് നക്ഷത്രം കണ്ടതിന് ശേഷം, ജ്യോതി കണ്ടതിന് ശേഷമാണ് നക്ഷത്രം കണ്ടതിന് ശേഷമാണ് ഈ പേട്ടതുള്ളൽ തുടങ്ങുകയുള്ളൂ. എന്തായാലും നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് തന്നെ ആലങ്ങാട് സംഘത്തിലെ തന്നെ ഭാരവാഹികളും അതോടൊപ്പം തന്നെ പെരിയൂരുമൊക്കെ ഈയൊരു സംഘത്തിൽ ഈ പേട്ടതുള്ളലിനായി ഇങ്ങോട്ടേക്ക് എത്തുന്നതാണ്. നമ്മളിത് കാണുന്നത്, ദൃശ്യങ്ങളിൽ കാണുന്നത് ആലങ്ങാട് സംഘത്തിൻ്റെ തിടമ്പാണ്. ഈ തിടമ്പാണ് ഇവിടെ ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിച്ച ശേഷം മറ്റ് ചടങ്ങുകൾ പൂർത്തിയാക്കി പേട്ടതുള്ളൽ ആരംഭിക്കുക. എന്തായാലും അമ്പലപ്പുഴ സംഘത്തിൻ്റെ പേട്ടതുള്ളലിന് പിന്നാലെ ആലങ്ങാട് സംഘവും അങ്ങനെ പേട്ടതുള്ളലിനായി എത്തിയിരിക്കുന്നു. ഈയൊരു ദിവസം അത് ഈ രണ്ട് സംഘങ്ങളും, അതായത് അയ്യപ്പൻ്റെ മാതൃസ്ഥാനീയരും അതോടൊപ്പം തന്നെ പിതൃസ്ഥാനീയരുമൊക്കെ ഇത്തരത്തിൽ പേട്ടതുള്ളലിനായി എത്തുന്ന ദിവസമാണ്. കഴിഞ്ഞ കുറേ ദിവസമായി തന്നെ ഇവർ ജനുവരി 2-ാം തീയതിയാണ് ആലങ്ങാട് നിന്നും പുറപ്പെട്ടത്. അവിടെ നിന്നും വിവിധ ക്ഷേത്രങ്ങളിലായി എത്തി. അതിനുശേഷം കഴിഞ്ഞ ദിവസമാണ് എരുമേലിയിലേക്ക് എത്തിയത്. രാവിലെയോടുകൂടി തന്നെ അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയാക്കി ഇപ്പോൾ ഈ ശ്രീധർമ്മ ശാസ്താ ക്ഷേത്രത്തിലേക്ക് എത്തുകയാണ്. ഇവിടെ നിന്നും നക്ഷത്രം തെളിഞ്ഞതിന് പിന്നാലെ പേട്ടതുള്ളൽ ആരംഭിച്ച് വീണ്ടും എരുമേലി ക്ഷേത്രത്തിലേക്ക് പോകും. ആ ദൃശ്യങ്ങളൊക്കെ തന്നെയാണ്. വാദ്യമേള ഘോഷങ്ങളുടെ അകമ്പടിയോട് തന്നെ ഈ ഒരു പേട്ടതുള്ളൽ, ഇതിലും മാളികപ്പുറങ്ങളും അതോടൊപ്പം തന്നെ മറ്റുള്ള ഭക്തജനങ്ങളുമൊക്കെ ഈ ഒരു പേട്ടതുള്ളലിൽ പങ്കെടുക്കും. നിരവധി ഭക്തരാണ് ഇന്ന് ഈ പേട്ടതുള്ളൽ കാണുവാനുമായും ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുള്ളത്. അതേസമയം തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുൾപ്പെടെയുള്ള അയ്യപ്പന്മാരൊക്കെ വരുന്നുണ്ട്. എന്തായാലും അവരും പേട്ടതുള്ളലിൽ ഭാഗമാകുന്നുണ്ട്. ആചാരപ്പെരുമ വിളിച്ചോതുന്ന ആ ഒരു രീതിയിൽ തന്നെയാണ് എല്ലാ വർഷവും ഇത്തരത്തിൽ പേട്ടതുള്ളൽ നടക്കുക. നേരത്തെ നീലിമ സൂചിപ്പിച്ചതുപോലെ തന്നെ മഹിഷി നിഗ്രഹത്തിന് ശേഷമുള്ള ആ ഒരു രംഗം, അത് തന്നെയാണ്. ആനന്ദ നൃത്തമാടി തന്നെയാണ് ഇവിടെ നിന്നും പേട്ടതുള്ളി ഓരോരുത്തരും പോകുന്നത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് ഇതിൻ്റെ ഭരണസമിതി അംഗങ്ങൾ, അതായത് ആലങ്ങാട് പേട്ട സംഘത്തിൻ്റെ ഭരണസമിതി അംഗങ്ങളൊക്കെ അങ്ങനെ നിൽക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ഈ ശ്രീധർമ്മ ശാസ്താ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങുകയാണ്. എന്തായാലും രാവിലെ തന്നെ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായപ്പോൾ ഇനി എന്താണ് ചടങ്ങുകളൊക്കെ? ഇവിടുന്ന് നമ്മുടെ കൊടിയും കോളയും ഗോളക പൂജിച്ച് മേടിച്ച് ഇവിടുന്ന് വാദ്യമേളങ്ങളോട് കൂടി നമ്മൾ വലിയ അമ്പലത്തിലേക്ക് പോകും. അതാണ് ഇനി ഇവിടെ നടക്കാൻ പോകുന്ന അടുത്ത ചടങ്ങ്. നക്ഷത്രം തെളിഞ്ഞതിന് ശേഷം മാത്രം, നക്ഷത്രം തെളിഞ്ഞതിന് ശേഷം നമ്മുടെ പേട്ട ആരംഭിക്കുന്നത്. തീർച്ചയായും അത് തന്നെയാണ്. ഇപ്പോൾ ഭരണസമിതിയുടെ സെക്രട്ടറിയാണ് നമ്മളോട് സംസാരിച്ചത്. അതോടൊപ്പം തന്നെ ഇവിടെ ഈ ക്ഷേത്രത്തിന് മുന്നിൽ മറ്റ് ചടങ്ങുകൾ അവരെ അങ്ങോട്ടേക്ക് ആനയിക്കുകയാണ്. എന്തായാലും ആ ഒരു ദൃശ്യങ്ങളിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഇനി ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ തിടമ്പ് അവിടെ കൊടുത്ത ശേഷം പിന്നീട് തിടമ്പ് ഏറ്റുവാങ്ങിയുള്ള ആ ഒരു വാദ്യമേള ഘോഷത്തോടെയുള്ള പേട്ടതുള്ളൽ തന്നെയാണ്. എന്തായാലും ഈ പ്രാധാന്യമേറിയ ദിവസം അത് തന്നെയാണ്. എരുമേലിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വളരെ വലിയൊരു തിരക്ക് തന്നെയാണ് അനുഭവപ്പെടുന്നത്. നിരവധി ഭക്തജനങ്ങൾ, ഈ ഭാരവാഹികളൊക്കെ ഇവിടെയുണ്ട്. ഈ ഒരു പേട്ടതുള്ളൽ അത് ആലങ്ങാട് സംഘത്തിന്റെ ഭാഗത്തു നിന്നും എത്ര വർഷക്കാലമായി അങ്ങ് ഈ ഒരു സംഘത്തിന്റെ കൂടെയുണ്ട്? ഇത് ശബരിമലയായിട്ട് ബന്ധം തുടങ്ങി. ശബരിമല
സ്ഥാപനം പോലെ ആലങ്ങാട് സംഘം പ്രവർത്തിക്കുന്നുണ്ട്. ഈ ആലങ്ങാട് സംഘവും ശബരിമലയും തമ്മിലുള്ള ആ ഒരു ബന്ധം അയ്യപ്പന്റെ പിതൃ സ്ഥാനീയരാണ് ആലങ്ങാട് സംഘം. അതുകൊണ്ടാണ് ആലങ്ങാട് ശുഭ്രവസ്ത്രധാരികളാണ് ആലങ്ങാട് സംഘത്തിൽപ്പെട്ടവര്. അതാണ് ആലങ്ങാട് സംഘത്തിന്റെ പ്രധാനത. ജനുവരി 2-ന് ആലങ്ങാട് ചെമ്പോലക്കളരിയിൽ നിന്ന് പേട്ട ആരംഭിച്ച് നിരവധി ദേവസ്വം ബോർഡിന്റെയും മറ്റു ക്ഷേത്രങ്ങളിലെല്ലാം പാലാപൂജ നടത്തിയാണ് എരുമേലിൽ ഇന്നലെ രാത്രി എത്തിയത്. അതിനുശേഷം ഇന്ന് എരുമേലിയിൽ പേട്ടസദ്യയും അതിനോടൊപ്പം തന്നെ ചടങ്ങ് കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ എതിരേൽപ്പിന് വേണ്ടി നമ്മൾ കൊച്ചമ്പലത്തിലേക്ക് എഴുന്നള്ളിച്ചേക്കുന്നത്. ഈ ഇവിടെ നിന്നും അല്പസമയത്തിനകം തന്നെ നക്ഷത്രം തെളിഞ്ഞ ശേഷം പുറപ്പെടുമല്ലോ. അത് കഴിഞ്ഞിട്ട് അതായത് നാളെ മുതൽ എന്തായിരിക്കും? നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി കുറച്ച് നീങ്ങുമ്പോഴായിരിക്കും നക്ഷത്രം പരുന്തും പറക്കുന്നത്. അതിനുശേഷമാണ് നമ്മൾ വലിയ അമ്പലത്തിലേക്ക് പ്രവേശനം ആരംഭിക്കുന്നത്. വലിയ അമ്പലത്തിലേക്കും ഇതുപോലെ തന്നെ നമ്മുടെ കൊടിയും കോളയും എല്ലാം അവിടെ വച്ച് പൂജിക്കുകയും അതിനുശേഷം ഇന്നത്തെ ചടങ്ങ് ഇവിടെ സമാപിക്കുകയും ചെയ്യും. പേട്ട പരിപാടിയോടുകൂടി ദേവസ്വം ബോർഡും മറ്റ് ഭാരവാഹികളോടി നമ്മളെ സ്വീകരിക്കുകയും മറ്റുള്ള എല്ലാ സ്ഥാപനങ്ങളും ഈ ആലങ്ങാട് സംഘത്തിനെ സ്വീകരിക്കുന്ന ഒരു ചടങ്ങ് കൂടിയുണ്ട്. ഈ തിടമ്പ് അവിടെ നിന്നും കൊണ്ടുവന്നത് തന്നെയാണല്ലേ? ആലങ്ങാട് നിന്നും കൊണ്ടുവന്ന തിടമ്പല്ല. ആലങ്ങാട് നിന്ന് വന്നേക്കുന്നത് കൊടികോള ശബരിമല പന്തളം കൊട്ടാരത്തിൽ നിന്ന് അനുവദിച്ചു തന്നെയാണ് കൊടിയും കോളയാണ് ഈ കയ്യിലിരിക്കുന്നത്. ആ കൊടിയും കോളയും വെച്ചാണ് നമ്മൾ ഈ ചടങ്ങ് ആരംഭിക്കുന്നത്. ആലങ്ങാട് സംഘത്തിനെ തിരിച്ചറിയുന്നതിന് വേണ്ടിയാണ് ഈ കൊടിയും കോളയും നമ്മൾ ഇത് ചെയ്യുന്നത്. ആ കൊടിയും കോളയാണ് നമ്മൾ പ്രദർശിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആലങ്ങാട് സംഘമാണ് ഇപ്പോൾ ശ്രീധർമ്മ ശാസ്താക്ഷേത്രത്തിൽ പേട്ട ശ്രീധർമ്മ ശാസ്താക്ഷേത്രത്തിന് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ നക്ഷത്രം തെളിഞ്ഞതിന് പിന്നാലെ പേട്ടതുള്ളൽ ആരംഭിക്കും. മനോജ്, അയ്യപ്പസ്വാമി മഹിഷിയെ നിഗ്രഹിച്ചതിന്റെ ആനന്ദ നടനമാണല്ലോ എരുമേലി പേട്ടതുള്ളൽ എന്ന് പറയുന്നത്. തുള്ളാനെത്തുന്ന അമ്പലപ്പുഴ ആലങ്ങാട് സംഘങ്ങൾ അയ്യപ്പന്റെ യോദ്ധാക്കൾ എന്നാണ് വിശ്വാസം. ആ നിലയ്ക്കാണ് പേട്ടതുള്ളൽ നടക്കുന്നത്. നേരത്തെ അമ്പലപ്പുഴ സംഘത്തിന്റെ പേട്ടതുള്ളൽ, അതായത് മാതൃസ്ഥാനീയരായ അമ്പലപ്പുഴ സംഘത്തിന്റെ പേട്ടതുള്ളൽ കഴിഞ്ഞു. ഇനിയിപ്പോൾ നക്ഷത്രം തെളിയുന്നതോടുകൂടി പേട്ടതുള്ളലിന് തുടക്കമാകും എന്നാണ് ആലങ്ങാട് സംഘം വ്യക്തമാക്കുന്നത്. ഇനി എത്ര സമയം കൂടി കഴിയും? തീർച്ചയായും ഈ ഒരു തിടമ്പ് ക്ഷേത്രത്തിനുള്ളിലേക്ക് കയറിയ ശേഷം, അതായത് ഈ നക്ഷത്രം തെളിയാൻ എന്തായാലും കുറച്ച് സമയം കൂടെ ആകുമെന്നുള്ള കാര്യം തന്നെയാണ് ഇതൊക്കെ അറിയിച്ചിട്ടുള്ളത്. അതിൽ തന്നെ ആലങ്ങാട് സംഘത്തിനെ കുറിച്ച് പറയുമ്പോൾ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ശുഭ്ര വസ്ത്രധാരികളാണ്. അതായത് വെള്ള വസ്ത്രമാണ് അവർ ഉപയോഗിക്കുന്നത്. ഈ പേട്ടതുള്ളലിന്റെ ഭാഗമായി അവർ സമാധാനപരമായിട്ട് ഈ പേട്ടതുള്ളലിന്റെ ഭാഗമായി പോകുന്ന ആളുകളാണ്. അതിന് തന്നെ പ്രത്യേക വേഷം വിധാനം നമ്മൾ കണ്ടതാണ്. നേരത്തെ അമ്പലപ്പുഴ സംഘത്തിൻ്റെത് കൃത്യമായും ചായം തേച്ച് പിടിപ്പിച്ച് അതോടൊപ്പം തന്നെ കയ്യിൽ ഈ ശരക്കോലൊക്കെ രീതിയിലുള്ള ആ ഒരു പേട്ടതുള്ളൽ നമ്മൾ കണ്ടിരുന്നു. ഇപ്പോൾ നമ്മൾ കാണുന്നത് ശുദ്ധവസ്ത്രധാരികളായി ഇവിടെ എത്തിയിരിക്കുന്ന ആലങ്ങാട് സംഘത്തെയാണ്. ആലങ്ങാട് സംഘത്തിന്റെ ആ ഒരു പേട്ടതുള്ളൽ അതിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിൽ തന്നെയാണ് ഇവിടെ എത്തിയിട്ടുള്ള ഭക്തജനങ്ങളും. എന്തായാലും നക്ഷത്രം തെളിയുന്നതോടുകൂടി തന്നെയാണ് ഈ ഒരു പേട്ടതുള്ളൽ ആരംഭിക്കുക. ഇവിടെ നിന്നും ശരി മനോജ്, ആലങ്ങാട് സംഘത്തിന്റെ പേട്ടതുള്ളലിലേക്ക് വരുമ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിലേക്കും ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിലേക്ക് നമുക്ക് തിരികെ എത്താം. എരുമേലി പേട്ടതുള്ളൽ ആലങ്ങാട് സംഘവും തിടമ്പുമായി പേട്ട ശ്രീധർമ്മ ശാസ്താ ക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടു. വിവരങ്ങളാണ് മനോജ് പങ്കുവച്ചത്.